ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് വണ്ടർ കാർണിവൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലാസ്റ്റത്തെ ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലോട്ട് പോയി. ഒരാൾക്ക് 70 രൂപയാട്ടോ ടിക്കറ്റ് ഫെയർ വരുന്നത്. അങ്ങനെ നേരെ പോകുന്ന സമയത്ത് നല്ല ലൈറ്റ് സെറ്റിങ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫ്ലവർ ഷോ കാണാനാണ്. അടിപൊളിയായിട്ട് തന്നെ അവരത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി സെറ്റൊക്കെ സൂപ്പർ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആട്ടോ ഇത്. അങ്ങനെ ഒരു സെൻട്രൽ കൂടെ ഒരു ബ്രിഡ്ജൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ കയറി നമുക്ക് ഓവറോൾ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസ് പൂവിൻ്റെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഊട്ടി ഫ്ലവർ ഷോൻ്റെയൊക്കെ ഒരു ഓർമ്മ വരും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് പാൻഡോറ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നല്ല ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ബ്ലൂ ലൈറ്റ്സിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവരൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇതിനെക്കാട്ടും നല്ലൊരു എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഏരിയയിൽ മാത്രമായിട്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞു പോകുന്ന മാതിരിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, സെൻറ്ററിൽ കൂടെ നടന്നു പോകുന്ന രീതിയിൽ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആനിമൽസിനൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്ന്. പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പോയി പെട്ടെന്ന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നേരത്തെ പറയുന്നുണ്ട് അതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഈ ഒരു സെറ്റിൻ്റെ നടുവിൽ കൂടെ നടന്നു വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ക്ലിക്കായത് സ്റ്റാർ മാജിക് ടീമിൻ്റെ കാര്യം കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സിൽ വരുന്ന സ്റ്റാർ മാജിക് ഉണ്ടല്ലോ, അവർ ഈ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് സ്റ്റാർ മാജിക് ടീം നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. എന്നാലും പാൻഡോറ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് ഓരോരോ സ്റ്റോളുകളിലാണ്. കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്നൊന്നും വാങ്ങുന്നില്ല എന്നുകൊണ്ട് ഞാൻ മെല്ലെ ഒന്ന് മുങ്ങി നടന്നായിരുന്നു. അപ്പോഴേക്കും എന്നെ പിടിച്ചു. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് കണ്ടിട്ട് ഏതോ ഒരു ക്രീം തന്നിട്ടുണ്ടായിരുന്നു. ഇത് തേച്ച് ഞാൻ മാറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ നമുക്ക് ഫുഡ് സ്റ്റോളിൽ അങ്ങനെയൊക്കെയാണ് പോയത്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് കുട്ടികളുടെ കളിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെയൊക്കെ ചെന്നപ്പോഴേക്കും എല്ലാത്തിനും 50-80 രൂപയൊക്കെ ആയിരുന്നു അതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ മോൾക്ക് ജെയിൻവീലിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് കയറ്റി. പക്ഷേ അത് കറങ്ങുന്ന കണ്ടപ്പോഴേക്കും അവൾക്ക് പേടിയിട്ട് അവൾ തിരിച്ചിറങ്ങി വന്നു. പിന്നെ അമ്മക്കുട്ടി ട്രാംപോളിനിൽ കയറി ചാട്ടമായി. എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇതൊരു ആവേശമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി ചാടാന്നുള്ളത്. പിന്നെ ഇതാ ഏട്ടൻ്റെ പരിപാടി ഇതാണ്, ഗെയിം കളിക്കുക. അങ്ങനെ ഇതാ ഒരു പാത്രമൊക്കെ സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിൽ പിന്നെയും കളിച്ചു. അപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ അടുത്തേലൊക്കെ ഇങ്ങനെ പോയി കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് നേരം പിന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ വീട്ടില്ല, കാരണം പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.